നമസ്കാരം. സകലതും താളം തെറ്റി ശബരിമല തീർത്ഥാടനം. തിരക്ക് നിയന്ത്രിക്കാനാകാതെ പകച്ചു നിൽക്കുന്ന പോലീസുകാർ, ദർശനം നടത്താൻ കഴിയാതെ പൊട്ടിക്കരയുന്ന ഭക്തജനങ്ങൾ, തിക്കിലും തിരക്കിലും പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, ശ്വാസം കിട്ടാതെ ഞെളിപിരി കൊള്ളുന്ന പ്രായമായ ആളുകൾ. ഇതാണ് ശബരിമലയിലെ ഒരു നേർക്കാഴ്ച. ഇത് തികച്ചും അശാസ്ത്രീയമായ ഒരു നിയന്ത്രണ സംവിധാനമാണ് ശബരിമലയിൽ നടക്കുന്നത്. ഇത് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, അതായത് നേരത്തെയുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള ആളുകളും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് കൃത്യമായി കാര്യങ്ങൾ നടത്താത്തതിന്റെ പാളിച്ചയാണ് എന്ന് പുതിയ പ്രസിഡന്റ് K ജയകുമാർ പറയാതെ പറയുകയാണ്. ഇത് പാളിച്ച തന്നെയാണ്. കോടിക്കണക്കിന് രൂപ ഭക്തജനങ്ങൾ സംഭാവനയായി നൽകുന്നു, കാണിക്കയിനത്തിൽ വഴിപാടിനത്തിൽ നൽകുന്നു. ഇതിനൊന്നും തന്നെ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസവും DNA ഈ വാർത്തകൾ വിശകലനം ചെയ്തിരുന്നു. കൂടുതൽ തിരക്ക്, ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് വരുന്നത്. എല്ലാം അശാസ്ത്രീയമാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് മുതൽ, അല്ലെങ്കിൽ ഈ സ്പോട്ട് ഒരു സ്ലോട്ട് കൊടുക്കുന്നത് മുതൽ എല്ലാത്തിലും പാളിച്ചകളാണ്. വാരിക്കോരിയാണ് ഈ സ്പോട്ട് സംവിധാനം കൊടുക്കുന്നത്, ഒരു കണക്കുമില്ലാതെ. ഒരു ദിവസം ഇത്ര എന്ന് കൃത്യമായി കണക്ക് വെച്ചുകൊണ്ട് നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള പ്രദേശത്ത് ഭക്തജനങ്ങളെയും വാഹനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് മല കയറുന്ന ആ വഴിയിൽ കൃത്യമായ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഭക്ഷണവും വെള്ളവും അടക്കമുള്ള സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ദർശനം നടത്തി മടക്കി കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാനുള്ള ആ ഒരു സാങ്കേതികത അവിടെ ഉണ്ടാകുന്നില്ല. അതിന് കഴിയാഞ്ഞിട്ടല്ല, അതിന് പ്രാപ്തിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ചെയ്യുന്നില്ല. അനാസ്ഥയാണ് കാണിക്കുന്നത്, തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. 3500ഓളം പോലീസുകാരുണ്ട്. പോലീസുകാർക്ക് നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 18ാം പടിയിലൊക്കെ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടത്, ഒരു അപകടമുണ്ടായാൽ, ഒരു സ്റ്റാമ്പീഡ്, അതായത് ആരെങ്കിലും ഒരാൾ ആ ക്യൂവിനിടയ്ക്ക് ഒന്ന് തെന്നി വീഴുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ക്യൂ ഒന്നടങ്കം താളം തെറ്റി ഒരാളുടെ പുറത്ത് മറ്റൊരാൾ ചവിട്ടി പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ NDRFന്റെ പ്രത്യേക സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. ഇവിടെ സംസ്ഥാനത്തിന് ഒരു SDRF ഉണ്ട്, പോലീസുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. പക്ഷേ അവരാരും ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഈ ഒരു വിഷയത്തിൽ മന്ത്രി VN വാസവൻ ഒരു പ്രതികരണം പോലും നടത്തിയതായി നമ്മളെങ്ങും കേട്ടില്ല. ഇനി നടത്തിയോ എന്ന് നമുക്കറിയില്ല. എവിടെയെങ്കിലും, എന്തായാലും മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല. ഇത്തരത്തിൽ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായാൽ തിരക്കിലും പെട്ടുണ്ടാകുന്ന അപകടങ്ങളെയാണ് സ്റ്റാമ്പീഡുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്റ്റാമ്പീഡുകൾ ഉണ്ടായി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതുപോലെയുള്ള സങ്കേതങ്ങളിലും ഒക്കെ അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഇതിനു മുൻപും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിന് ഉത്തരവാദി? സംസ്ഥാന സർക്കാരല്ലേ, ദേവസ്വം ബോർഡല്ലേ ഇതിന് ഉത്തരവാദി? കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം എടുത്തുകൊണ്ട്, കൊച്ചു മാളികപ്പുറങ്ങളെയും കൊച്ചയ്യപ്പന്മാരെയും എടുത്തുകൊണ്ട് ഭക്തജനങ്ങൾ കരയുന്ന കാഴ്ചയാണ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. പമ്പയിൽ പോലും എത്താൻ സാധിക്കുന്നില്ല. പന്തളത്ത് തന്നെ മാലയൂരി ദർശനം നടത്താൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭക്തജനങ്ങൾ തിരിച്ചു പോകുന്നു, കരഞ്ഞുകൊണ്ട്. പ്രായമായ ആളുകൾ തിരിച്ചു പോകുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ദർശനം നടത്താൻ സാധിക്കാതെ വരുന്നു. ആകെ അലങ്കോലമായി കിടക്കുകയാണ് ശബരിമല തീർത്ഥാടനം തുടക്കം മുതൽ തന്നെ. ഇതിനി എന്തെങ്കിലുമൊക്കെ ന്യായീകരണവുമായിട്ടും ഒക്കെ തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ പഴയ പ്രസിഡന്റും പുതിയ പ്രസിഡന്റ് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. ഇത് മുന്നൊരുക്കങ്ങളുടെ അഭാവമാണ്, ഭയാനകമാണ് ഈ ഒരു അവസ്ഥ എന്നാണ് K ജയകുമാർ പറഞ്ഞത്. ഭയാനകം, അതായത് ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? NDRF എത്തിയാൽ പരിഹരിക്കപ്പെടുമോ? പോലീസുകാരുടെ എണ്ണം കൂട്ടിയാൽ പരിഹരിക്കപ്പെടുമോ? ഇത് പരിഹരിക്കാൻ ഒരു ശാസ്ത്രീയതയില്ലേ? ശാസ്ത്രീയമായ സംവിധാനങ്ങളില്ലേ? ഈ മേൽപ്പാലം, നടപ്പന്തല്, അതുപോലുള്ള മേഖലകൾ, 18ാം പടിയുടെ ചുവട്ടിൽ, അതുപോലെ തന്നെ സന്നിധാനത്ത് ഒക്കെ തന്നെ എല്ലാം അശാസ്ത്രീയമായ രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അതിനിടയിലൂടെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ തോന്നിയാസങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഭക്തരെ ചീത്ത വിളിക്കുക, ഭക്തരോട് കയർക്കുക, പ്രായമായ ഭക്തജനങ്ങളോട് മോശമായി പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളും ദേവസ്വം ബോർഡ് ജീവനക്കാർ ചെയ്യുന്നുണ്ട് എന്നും പരാതിയുണ്ട്. കൊച്ചുകുഞ്ഞുങ്ങളുടെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ വലിയ സങ്കടമാണ് വരുന്നത്. ഭഗവാനെ കാണാൻ സാധിക്കാതെ തിരിച്ചു പോകേണ്ടി വരുന്ന കന്നി അയ്യപ്പന്റെയൊക്കെ ഒരു അവസ്ഥ വ്രതമെടുത്ത് വരികയാണ്. ഇത്രയും നെറികെട്ട നികൃഷ്ടമായ ഒരു ഭരണ സംവിധാനം സർക്കാരായാലും ദേവസ്വം ബോർഡായാലും എന്തിനാണ് ജനങ്ങൾക്ക്?
8 കോടി രൂപ മുടക്കി അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമത്തിൽ ക്രൗഡ് മാനേജ്മെന്റ് എന്നൊരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു, തിരക്ക് നിയന്ത്രിക്കുന്ന പരിപാടി. അതിലൊക്കെ എന്ത് നടപടിയാണ് എടുത്തത്, എന്ത് മാർഗമാണ് സ്വീകരിച്ചത്? നാണവും മാനവും ഇല്ലല്ലോ. ഈ പറഞ്ഞ് PR വർക്ക് നടത്തി ബഹളം കൂട്ടി നടക്കാനല്ലാതെ, അയ്യപ്പ സംഗമം നടത്തി ഹിന്ദുക്കളുടെ വോട്ട് തട്ടാം എന്നുള്ള വ്യാമോഹമല്ലാതെ എന്തെങ്കിലും ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ടോ? മുഖ്യമന്ത്രി ഇതൊക്കെ അറിയുന്നുണ്ടോ? ദേവസ്വം മന്ത്രി ഇത് അറിയുന്നുണ്ടോ? എന്താണ് ചെയ്യുക? കഷ്ടം എന്നല്ലാതെ എന്ത് പറയാം? സ്വാമിയെ ശരണമയ്യപ്പ. ഭഗവാനെ വിളിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല.